നമസ്കാരം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സന്തോഷം നശിപ്പിക്കാൻ പറ്റുന്നവരെ പറ്റിയാണ്. അതിൻ്റെ മൂന്നാം ഭാഗം നമ്മൾ ഓൾറെഡി 3 പേരെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. നാലാമതായിട്ട് ഇര, ഇരയുടെ വേഷം കെട്ടുന്നവർ, അത് നമുക്ക് ആരാന്ന് നോക്കാം. അപ്പോൾ ചില ആളുകൾ കൂടുതലായിട്ട് വല്ലപ്പോഴും അല്ല, കൂടുതലായിട്ട് അൺയൂഷ്വലായിട്ട് അവർ എപ്പോഴും ഈ വിക്ടിം കളിക്കും. കുറേ ആക്ടിങ്ങാണ് അതിനകത്തുള്ളത്. അവർ ഹോണസ്റ്റ് അല്ല. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് മനസ്സിലാവില്ല, നമ്മളിവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ മിക്ക പ്രശ്നത്തിനും നമ്മൾ വിളിക്കുകയും മിക്ക പ്രശ്നം നമ്മൾ തലയിലേക്ക് വെച്ച് തരും. അങ്ങനെ നമ്മൾ കുറേയൊക്കെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു തിരക്കൊന്നും നമ്മൾ മാറിയെന്ന് വിചാരിക്കുക. ഉടനെ ആൾ അപ്സെറ്റായി, ഉടനെ നമ്മൾ കെയർ ചെയ്യുന്നില്ല, ഇതാണ് നമ്മൾ തുടങ്ങും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവർ നമ്മളെ ഒരു വേറെ വ്യക്തിയായിട്ട് കാണുന്നില്ല, അവരുടെ ഭാഗമായിട്ട് കാണുകയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ മാനസികാരോഗ്യം നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് മാറും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ആ ബന്ധം കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടാൻ പാടില്ല. അവരെ വ്യക്തിത്വത്തിലെ പ്രശ്നങ്ങളാണത്. ശരിക്കും നല്ലൊരു സൗഹൃദമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ്, ഒരിടം ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു സുഹൃത്ത് രവി എന്നിട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ രവിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടനെ രവി മറ്റുള്ളവരാണ് കുറ്റപ്പെടുത്തുക. മൊത്തം കുറ്റം മറ്റുള്ളവർക്കായിരിക്കും. ഇപ്പോൾ ഒരാളായിട്ട് വഴക്കുണ്ടാക്കി കുറ്റം മുഴുവൻ അയാൾക്ക്, കയ്യിൽ നിന്ന് പൈസ പോയി കുറ്റം മുഴുവൻ മറ്റുള്ളവർക്ക്. അങ്ങനെ സമയത്ത് ജോലിക്ക് വന്നില്ല, ട്രാഫിക്കിനാണ് പ്രശ്നം, അല്ലെങ്കിൽ പ്രോജക്റ്റ് ഫെയിലായി, ബോസ് ശരിയല്ല, അല്ലെങ്കിൽ ബന്ധങ്ങൾ ബ്രേക്കപ്പ് ആവുകയാണ്, ഉടനെ എല്ലാവരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ പ്രശ്നം, ആളൊരു കംപ്ലയിൻറ്റ് ബോക്സാണ്. രവിക്ക് സത്യത്തിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്നില്ല, പകരം തിരിച്ച് റിലീഫിന് സഹതാപം മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയാൽ മതി. മറ്റുള്ളവരിങ്ങനെ സഹതാപം കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി മുഴുവൻ പോവും. മാത്രമല്ല, രവി ഇതിനെ എത്ര സഹായിച്ചാലും രവിക്ക് അവസാനം പറയാനുള്ളത് കംപ്ലൈൻറ്റ് മാത്രമായിരിക്കും. അപ്പോൾ രവിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇന്നത്തെ റൂട്ട് കോസ്. അതുകൊണ്ട് ഒരിക്കലും രവിയുടെ പ്രശ്നം തീരില്ല. രവി ആ പ്രോബ്ലംസ് വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും പെടും, വീണ്ടും നമ്മളെ വലിച്ചതിനകത്തേക്ക് ഇടും. ഇതാണ് ഈ പറയുന്ന വിക്ടിം കളിക്കുന്ന ആളുകൾ. അപ്പം അങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കണം, നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അഞ്ചാമത്തെ ആളുകൾ, അപ്പോൾ ഇവർ നിങ്ങളുടെ രാവിലത്തെ ഉണർവും മാനസികാവസ്ഥയൊക്കെ കളയാൻ പറ്റിയവരാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇവരെ വളരെ നൈസായിട്ട് നല്ല മനുഷ്യരായിട്ട് തോന്നുള്ളൂ, പക്ഷെ ഇച്ചിരി നെർവസായിട്ട് കാണാൻ പറ്റും അവരായിട്ട് നിങ്ങൾ സമയം ചെലവഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശരിക്കും ടയേർഡാവും, നിങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ താഴെ പോകും. അവർക്ക് എപ്പോഴും നിങ്ങളുടെ സഹായം വേണം, എപ്പോഴും നിങ്ങളുടെ അഡ്വൈസ് വേണം. മറിച്ച് നിങ്ങളൊരു ദിവസം ഡൗൺ ആണ്, എന്നാൽ ഈ വ്യക്തിയായിട്ട് കുറച്ച് സംസാരിച്ച് കുറച്ച് ആശ്വാസം കിട്ടുന്ന വെച്ച് നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ അത് ആ ഭാഷ മുന്നോട്ട് പോകില്ല. അവർക്ക് നിങ്ങളെ കേൾക്കണമെന്നില്ല, അത് വൺ വേ ആണ്. അതുപോലെ തന്നെ ഈ വ്യക്തികൾക്ക് ജീവിക്കുമ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന ചില പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകില്ല. ഇവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മറ്റുള്ളവർ വേണം. അപ്പോൾ നമ്മളൊരാളെ അങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ വിവേകം നഷ്ടപ്പെടാതെ സ്നേഹിക്കണം. നമ്മൾ സ്നേഹവും കരുതലൊക്കെ കൊടുക്കണമെന്ന് നല്ലതാണ്, പക്ഷേ വകതിരിവ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മളെ ഉപയോഗിക്കുന്നവരുണ്ട്. നമുക്കിത് വീണ്ടും ഒരു എക്സാമ്പിളിലൂടെ നോക്കിയാൽ, വീണ്ടും രവി തന്നെ എടുക്കുക ഒരു ഉദാഹരണമായിട്ട്. അപ്പോൾ വീണ്ടും നമ്മൾ രവിനെ മീറ്റ് ചെയ്യാണ്. രവി കംപ്ലൈൻറ്റ് തുടങ്ങി, ജോലിനെ പറ്റി, കുടുംബത്തെപ്പറ്റി, ആരോഗ്യം, ഗവൺമെൻറ്, എല്ലാം പരാതി തന്നെ. നിങ്ങളെ കേട്ടു, അയാളെ ആശ്വസിപ്പിച്ചു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, പക്ഷെ ഒരു മാറ്റമില്ല. എല്ലാ കോൺവെർസേഷനും അവസാനിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ടയേർഡായി, നിങ്ങൾ പറഞ്ഞു മടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇടയ്ക്ക് ഇറിറ്റേഷൻ വരും.
രാവിലെ ഉണ്ടായിരുന്ന എല്ലാ ഉണർവും ഉന്മേഷവും നിങ്ങളുടെ മാനസിക നിലയൊക്കെ പോയിട്ടുണ്ടാവും. നിങ്ങളുടെ എനർജി ഊറ്റിയെടുക്കുകയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് 5ാമത്തെ ടൈപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക, നിങ്ങൾക്ക് മനസ്സമാനം ഉണ്ടാവില്ല. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാം. അതോടുകൂടി തീരും. അപ്പോൾ അതോടുകൂടി ഈ വീഡിയോ നമുക്ക് ഫിനിഷ് ചെയ്യാനാവും ഇപ്പോൾ തൽക്കാലത്തേക്ക്. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് എന്നോട് ചെയ്യാവുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഇത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ എനിക്കും ഒരു ഗുണം കിട്ടും. പിന്നെ എന്തുകൊണ്ട് നമ്മൾ സ്നേഹവും നന്ദിയൊക്കെ കാണിക്കണമെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് ദയവായി സഹകരിക്കുക. ഡിസ്ക്ലൈമർ ഉണ്ട്, ദയവായി വായിക്കുക. താങ്ക് യു. യു ടേക്ക് കെയർ.